ഭരണനിർവഹണത്തിൽ ഉണ്ടാവേണ്ടത് ഹൈക്കുമത്ത് വ റഫ്ഖ്. റഫ്ഖ് എന്ന് പറഞ്ഞാൽ വളരെ സൗമ്യത. ഹൈക്കുമത്ത് എന്ന് പറഞ്ഞാൽ യുക്തിപൂർവം കാര്യങ്ങൾ ചെയ്യാം, യുക്തിപൂർവം കാര്യങ്ങൾ ചെയ്യുക, വിവേകത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യുക, അതുപോലെ തന്നെ സൗമ്യതയോടുകൂടി കാര്യം ചെയ്യുക. ഇത് രണ്ടും ഉണ്ടാകുമ്പോഴാണ് ശരിയാവുള്ളൂ. ഒരാൾക്ക് യുക്തിയും വിവേകമൊക്കെ ഉണ്ട്, സൗമ്യത ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പാളിപ്പോവും. സൗമ്യത മാത്രമേ ഉള്ളൂ, അത് യുക്തിയും വിവേകവും ഇല്ല, അവിടെയും കാര്യങ്ങൾ എന്ത് ചെയ്യും? പാളിപ്പോവും. അപ്പൊ ഇത് രണ്ടും മിക്സ്ഡ് ആവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നത് എന്താണ്? ഒഴുകുന്ന വെള്ളം പോലെ സൗമ്യതയുള്ള ആളായിരുന്നു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഭാവങ്ങളിൽ പള്ളിയിൽ വന്നിട്ട് ഒരു അറാബി മൂത്രമൊഴിച്ചപ്പോ ആ അറാബിയോട് നബി തിരുമേനി ആ അറാബിയെ ശാസിക്കാൻ വന്ന തൻ്റെ അനുയായികളെ തടഞ്ഞിട്ട് പറയാൻ, ബശ്ശിറു വലാ തുനഫിറു യസ്സിറു വലാ തുഅസ്സിറു. ഇങ്ങനെ ഒരു പാട്ട വെള്ളം എടുത്തിട്ട് ആ മനുഷ്യൻ മൂത്രമൊഴിച്ച സ്ഥലത്ത് ഒഴിച്ച് വൃത്തിയാക്കണത് ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം റിഫ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, സൗമ്യത വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഉത്തരവാദിത്തത്തിലുള്ള ആളുകൾ അവർക്ക് യുക്തിയും വിവേകവും ഉണ്ടാവുക എന്നതോടൊപ്പം തന്നെ പ്രധാനമാണ് സൗമ്യത എന്നുള്ളത്. ഗ്രഹനാഥന്മാർ, കുടുംബത്തിൻ്റെ കാര്യം നോക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാവേണ്ട ഗുണമാണ്. ഇതൊരു മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഉണ്ടാവേണ്ട ഗുണം മാത്രമല്ല ഞാൻ പറയും, ഏത് അധികാരം ആരെ ഏൽപ്പിച്ചാലും അതിൻ്റെ തോതും വളവും അനുസരിച്ച് ഈ ഗുണം ഉണ്ടാവുക എന്ന് പറയുന്നത്